അധികൃതരുടെ അനാസ്ഥ മൂലം കാടുകയറി നശിച്ച് പത്തനംതിട്ട കൊടുമണ്ണിലെ കൈത്തറി കേന്ദ്രം. ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രങ്ങളും സർക്കാർ ഭൂമിയുമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. വർഷങ്ങളായി നശിച്ചു കിടക്കുന്ന കൈത്തറി കേന്ദ്രത്തിന്റെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് നെയ്ത്തു പരിശീലനം ലഭിച്ച തൊഴിലാളികളെ ഉൾപ്പെടുത്തിയായിരുന്നു ദലിത് ഹാൻഡ് വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നെയ്ത്തുശാല കൊടുമണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചത്. പ്രധാനമായും സാരി, മുണ്ട്, ഷർട്ട് പീസ്, കൈലി, തോർത്ത് തുടങ്ങിയവയാണ് ഇവിടെ നെയ്തിരുന്നത്. തുടർന്ന് ഘട്ടം ഘട്ടമായി കൈത്തറി കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. 2012 പ്രവർത്തനം പൂർണ്ണമായി നിലച്ചത്. ഇത് നിന്നുപോയതിന്റെ പ്രധാന കാരണം അന്ന് പണിക്ക് വന്നിരുന്ന ആളുകൾക്ക് കൂലി കിട്ടാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അന്ന് ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പിന്നോട്ട് മാറി. പക്ഷെ അതിന്റെ ആ ഒരു വിഷയങ്ങൾ പരിഹരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് അതിന്റെ ഒരു വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള പരിഗണന ലഭിച്ചില്ല. പരാതി കൊടുത്തിട്ടും ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഫലം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എപ്പോൾ വേണമെങ്കിലും തകർന്നു നിലംപൊത്താവുന്ന തരത്തിലാണ് കെട്ടിടമുള്ളത്. ലക്ഷങ്ങൾ വില വരുന്ന തറികൾ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളാകട്ടെ മഴയും വെയിലും കൊണ്ട് നശിക്കുകയാണ്. കെട്ടിടത്തിൽ ഇഴജന്തുക്കളുടെയും കാട്ടുപന്നികളുടെയും സാന്നിധ്യവുമുണ്ട്. ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി ഉൾപ്പെടെ വീണ്ടെടുക്കാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. വർഷങ്ങൾക്ക് മുൻപ്